ഹായ് എവരിവൺ. നെറ്റ് പരീക്ഷ അങ്ങനെ 27-ാം തീയതി കൺക്ലൂഡ് ചെയ്തു. പാറ്റേണിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത് കുത്തിക്കൊണ്ട് നടക്കണമെന്നാണ് കൽപ്പന. അതുകൊണ്ടാണ് വീഡിയോയിലും ഒരു ചെറിയ മാറ്റത്തോടെ വന്നത്. നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ വർഷവും ഗ്രാജുവലായിട്ട് സംഭവിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ലെവല് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കൂടി വരികയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവല് വർഷങ്ങൾ കഴിയും തോറും ചെറുതായിട്ട് കൂടുന്നുണ്ട്. ഇനിയും അങ്ങനെ കൂടാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഒന്നിലധികം യൂണിറ്റുകളിലെ കോൺസെപ്റ്റുകൾ ലിങ്ക് ചെയ്ത ചോദ്യങ്ങൾ വരുന്നുണ്ടെന്നും ഉള്ളതൊരു പ്രത്യേകതയാണ്. മൂന്നാമതൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ചോദ്യങ്ങളുടെ പാറ്റേണിൽ തന്നെ കൂടുതൽ സമയമെടുത്ത് ചെയ്യേണ്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇന്നലത്തെ ഉദാഹരണം പറഞ്ഞാൽ തന്നെ ഒരു 10 മിനിറ്റിൽ ഇത്ര MB ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 24 മണിക്കൂറിൽ എത്ര MB യൂസ് ചെയ്യും. അതുപോലെ ഒരു ടൂളിന്റെ പേര്, സോഫ്റ്റ്വെയർ ടൂളിന്റെ പേര് ചോദിക്കുകയാണ്, മൈൻഡ് മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു സിനാരിയോ തന്നിട്ട് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൂൾ ഏതാന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. ലോയുടെയൊക്കെ ഷിഫ്റ്റ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിട്ട് സിനാരിയോ തന്നിട്ട്, അതായത് നിങ്ങളൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ആകുമ്പോൾ, അധ്യാപകനാകുമ്പോൾ, അധ്യാപികയാകുമ്പോൾ എങ്ങനെ ഈ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം എന്ന ബേസിലെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നീട് ഒരു കാറ്റഗറിയാണ് ഈ മാച്ച് ദ ഫോളോയിങ്ങുകളും അതുപോലെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനും അറേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള പല ചോദ്യങ്ങളുടെ ഉത്തരം അറിഞ്ഞാൽ മാത്രം ഒരു ചോദ്യം ശരിയാക്കാവുന്ന ടൈപ്പ് ചോദ്യങ്ങൾ. പല സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അതിൽ നിന്ന് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക, സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ശരിയോ തെറ്റോ എന്നുള്ള രീതിയിൽ തന്നെ ചോദ്യം, അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യങ്ങൾ, ഇന്ത്യൻ ലോജിക് ഒക്കെ ആണെങ്കിൽ ഇൻഡെപ്തായിട്ട് സ്വരൂപാസിദ്ധയുടെ മറ്റൊരു പേരെന്ത് എന്നൊക്കെയുള്ള രീതിയിൽ ഇൻഡെപ്ത് ചോദ്യങ്ങളൊക്കെ വന്ന് കാണുന്നുണ്ട്. ഇത് പേപ്പർ 2-നും ബാധകമാണ്. കേസ് സ്റ്റഡിയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഈ ക്രോണോളജിക്കൽ ഓർഡർ, മാച്ച് ദ ഫോളോയിങ്ങും ഒക്കെ മുൻപും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ എണ്ണം അല്പം കൂടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പാറ്റേണിനെ പറ്റി ഓർത്ത് വറി ചെയ്യണോ, ആശങ്കപ്പെടണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കാര്യം ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ സിലബസ് കവർ ചെയ്യുകയും ഈ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുക്കാം. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് I+ന്റെ കോഴ്സുകളും അതിന് നിങ്ങളെ പര്യാപ്തമാക്കാൻ പാകത്തിന് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ ക്ലിയർ ചെയ്യാനുള്ള ഫാക്കൽറ്റി സപ്പോർട്ടും മെന്റേഴ്സിന്റെ സപ്പോർട്ടും അടക്കം പഠിക്കുകയും ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾ ഏറ്റവും ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ടൈമിലുമാണ് നിൽക്കുന്നത്. കാര്യം ഈ സിലബസ് മാറിയിട്ട് 4-5 വർഷമാവുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സിലബസിന്റെ എല്ലാ മുക്കിന്നും മൂലയെന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നെറ്റ് പേപ്പർ 1 നമ്മുടെ എയിം JRF ടെസ്റ്റ് സീരീസ് നോക്കുകയാണെങ്കിൽ 10,000-ലധികം ചോദ്യങ്ങളാണ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. എല്ലാം NTA പ്രിപ്പയർ ചെയ്ത ചോദ്യക്കടലാസുകൾ. ഒരു ചോദ്യം പോലും I+ൻ്റെതല്ല. എക്സാം പാറ്റേൺ എന്താണോ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ മാത്രം വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അവൈലബിൾ ആണ്. ആകെ 1000 രൂപയെ താഴെയുള്ളൂ. അത് മാത്രമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിലുള്ള ഫീസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പേപ്പർ 1-ന്റെ ലൈവ് ആണെങ്കിലും പേപ്പർ 2 സബ്ജക്റ്റുകൾ വിത്ത് ലൈവ് ക്ലാസ്സുകളാണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. ഫ്രീ ട്രയൽ ക്ലാസ്സുകളും എൻക്വയറി ഫോം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അന്വേഷിക്കാനും ഒക്കെ വീഡിയോയുടെ താഴെ ചേർക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ട. അതുപോലെ മറ്റൊരാശങ്കയാണ് നെറ്റിന്റെ പ്രാധാന്യം. ഇനി നെറ്റ് വേണ്ടേ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ? അങ്ങനെയല്ല. ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനാണ് വന്നത്. അത് പറയുന്നത് അതുപോലും അല്ല. PhD ഉള്ളവർക്ക് കൂടി അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. PhD നേടാനുള്ള ഡിഫിക്കൽട്ടിയും നെറ്റ് നേടാനുള്ള ഡിഫിക്കൽട്ടിയും കമ്പയർ ചെയ്ത ആനയെ ആടും പോലെയാണ്. ഒരു 3 to 5 ഇയർ എഫേർട്ട് എടുത്ത് PhD ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ 1/5 എഫേർട്ട് മതി നിങ്ങൾക്ക് നെറ്റോ JRF നേടിയെടുക്കാനായിട്ട്. അതിനായിട്ട് നിങ്ങളൊരു 6 months മാറ്റി വെക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ജൂൺ ജൂലൈയിലായിട്ട് അടുത്ത പരീക്ഷ വരുന്നതിനുള്ള തയ്യാറെടുപ്പ് ഇന്ന് തുടങ്ങണം. അത് ഓഫ്ലൈൻ ആകട്ടെ ഓൺലൈൻ ആകട്ടെ I+ നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി ഫ്രീ റിസോഴ്സുകളാണെങ്കിലും 1000-ലധികം വീഡിയോ ഈ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ. നമ്മൾ പെയ്ഡ് കോഴ്സിൽ കൊടുക്കുന്ന കണ്ടന്റ് എന്താണോ അതേ കണ്ടന്റ് നമ്മൾ ഇവിടെയും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പൊതുവായിട്ടുള്ള പല ക്ലാസ്സുകളും പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലൂടെയും കമ്മ്യൂണിറ്റികളിലൂടെയൊക്കെ യൂസ്ഫുൾ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്ത് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്
പാറ്റേണിലെ മാറ്റങ്ങളെ അല്ലെങ്കിൽ മാറുന്ന ഡിഫിക്കൽറ്റി ലെവലിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി. അപ്പോൾ മികച്ച ഒരു ലേണിംഗ് ജേർണി ആവട്ടെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ആശംസിക്കുന്നു. ഭംഗിയായിട്ട് പഠിച്ച് കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടാവാനും സർവോപരി നിങ്ങളുടെ അറിവ് കൂട്ടാനും ഒരു ബെറ്റർ പേഴ്സൺ ആവാനും ഒക്കെ ഈ ലേണിംഗ് ജേർണി ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.